കറണ്ട് അഫെയർസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ടോപ്പിക്കുകളാണ് ലിഥിയം റിസർവുകൾ, പെർട്ടിക്കുലർലി റയർ എർത്ത് എലമെന്റുകളിലെ മെറ്റൽസിൻ്റെ റയർ എർത്ത് എലമെന്റുകളിലെ എവിടെയൊക്കെയാണ് സ്ഥലങ്ങൾ. പെർട്ടിക്കുലർലി 3 എണ്ണമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്ന് ലിഥിയം റിസർവുകൾ, 2 നിക്കൽ റിസർവുകൾ, ദെൻ കൊബാൾട്ട് റിസർവുകൾ. അതിൽ ലിഥിയം റിസർവുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യം നമുക്കൊന്ന് ചെയ്തു നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്: ചൈന ഹാസ് ദ ലാർജസ്റ്റ് ലിഥിയം റിസർവ് ഇൻ ദ വേൾഡ്. Second statement, there are no local reserves for lithium in India. Third statement, the famous lithium triangle is a lithium rich region in Eurasia. Which of the above statements are correct? മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? സോ ഇന്നത്തെ ഡിസ്കഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആരാണ് ഏറ്റവും കൂടുതൽ ലിഥിയം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒന്നാം സ്ഥാനത്ത് ലിഥിയം പ്രൊഡ്യൂസ് ചെയ്യുന്നതല്ല, ലിഥിയം റിസർവുകളുള്ളത് നമ്മളുടെ ചിലി എന്ന് പറയുന്ന കൺട്രിക്കാണ്. സൗത്ത് അമേരിക്കൻ റീജിയനിലെ ചിലി എന്ന് പറഞ്ഞു കിടക്കുന്ന കൺട്രിക്കാണ് ലിഥിയം റിസർവുകൾ ഏറ്റവും കൂടുതലുള്ളത്. എന്നാൽ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, കാരണം അവരുടെ കയ്യിൽ ടെക്നോളജി കൂടുതൽ ഉണ്ടാകും. റിസർവ് കയ്യിൽ ഉണ്ടായിരുന്നിട്ട് കാര്യമില്ല, അത് എക്സ്ട്രാക്ട് ചെയ്യാനായിട്ടുള്ള ടെക്നോളജി കൂടുതൽ വേണം. ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് ഓസ്ട്രേലിയയാണ്. സോ ചൈന ഇവിടെ ഒരു പ്ലെയർ അല്ല. പിന്നെ എന്തുകൊണ്ടായിരിക്കും ചൈനയുടെ പേര് വന്നിട്ടുള്ളത്? ചൈന റെയർ എർത്ത് എലമെന്റുകൾ ഏറ്റവും കൂടുതൽ വാല്യൂ ആഡ് ചെയ്യുന്ന ഒരു കൺട്രിയാണ്. ചൈന എവിടെയെങ്കിലും ലിഥിയം റിസർവ് കണ്ടെത്തി കഴിഞ്ഞാൽ ഉടനെ ആ ഒരു കൺട്രിയുമായിട്ട് സൗഹാർദ്ദം വരുത്തും. അവിടെ പോയിട്ട് ആ ലിഥിയം റിസർവുകൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കും. എന്നിട്ട് നേരെ ചൈനയിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് സെമി കണ്ടക്ടേഴ്സ് ആയിട്ടും അല്ലെങ്കിൽ ലിഥിയം അയൺ ബാറ്ററീസ് ഒക്കെ ആയിട്ട് അവരുടെ ഫാക്ടറിയിൽ അതിനെ വാല്യൂ ആഡ് ചെയ്യും. സോ ചൈന റിസർവിന്റെ കാര്യത്തിൽ ഒരു ബിഗ്ഗസ്റ്റ് പ്ലെയർ അല്ല. 4th സ്റ്റേജിലൊക്കെയാണ് ചൈന നിൽക്കുന്നത്. ദെൻ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് മനസ്സിലായല്ലോ. There are no local reserves of lithium in India. ശരിയാണോ? കണ്ണടച്ച് നിങ്ങൾ തെറ്റിക്കും, അല്ലെങ്കിൽ ശരിയാക്കുമെന്ന് എനിക്കറിയാം. അങ്ങനെ ഒരു ലിഥിയം റിസർവ് ഇന്ത്യയിലുണ്ട്. പലപ്പോഴായിട്ട് ന്യൂസുകളിൽ വന്നിട്ടുണ്ട്. എവിടെയാണ്? ജമ്മു കാശ്മീർ റീജിയനുകളിലും രാജസ്ഥാൻ റീജിയനുകളിലും പുതുതായിട്ട് നമ്മൾ ലിഥിയം റിസർവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ദെൻ തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ദ ഫേമസ് ലിഥിയം ട്രയാങ്കിൾ ഈസ് എ ലിഥിയം റിച്ച് റീജിയൻ ഇൻ യൂറേഷ്യ. ആ ഒരു സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. കാരണം എന്താണ്? നമ്മളുടെ ലിഥിയം ട്രയാങ്കിൾ എന്ന് പറയുന്നത് യൂറേഷ്യൻ റീജിയനിലല്ല, പകരം എവിടെയാണ്? നമ്മളുടെ ചിലി ബേസ് ചെയ്തുകൊണ്ട്, ചിലി, ബൊളീവിയ, അർജന്റീന, ഈ 3 കൺട്രീസിലെയും മേജർ റിസർവുകൾ, ചിലി, ബൊളീവിയ, അർജന്റീന, ഈ 3 കൺട്രീസിനെയും കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ലിഥിയത്തിന്റെ ട്രയാങ്കിളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലിഥിയം ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ 3 സ്റ്റേറ്റ്മെന്റുകളും തെറ്റാണ്. ഓപ്ഷൻ ഡി ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരുന്നത്.